ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. സോ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എക്സാംസിന് യൂസ്ഫുൾ ആയിരിക്കും. റെഗുലറായിട്ട് വാച്ച് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷനൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല സ്കോർ നേടാൻ സാധിക്കും. അത് നിങ്ങളെ ഓവറോൾ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. സോ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ കാണുക, അതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർ, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: ഓല ഇലക്ട്രിക് ടു ലോക്കലി മേക്ക് ബാറ്ററി സെൽസ് അണ്ടർ സെൻറ്റേഴ്സ് PLI സ്കീം. അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ അണ്ടറിൽ ഓല ഇലക്ട്രിക് ലോക്കലായിട്ട് ബാറ്ററി സെൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ അണ്ടറിലാണിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓല ഇലക്ട്രിക് said it has signed an agreement under the center's production linked incentive scheme to manufacture advanced cells in India. SoftBank backed Ola said it is the only Indian electric mobility company selected by the government of India under its ambitious 80,000 crore rupees cell. സോ ഓല ഇലക്ട്രിക് ആണ് ലോക്കലി ആയിട്ട് ബാറ്ററി സെൽസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓല ഹാസ് റീസെൻ്റ്ലി അൺവെയിൽഡ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ലിഥിയം അയൺ സെൽ. അപ്പോൾ ഓല എന്ന് പറയുന്ന കമ്പനി, അതായത് ഈ കാറ് നമുക്ക് ടാക്സി പിടിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ആ കമ്പനി ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ലിഥിയം അയൺ സെല്ലും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാനുഫാക്ചറിംഗ് സെക്ടർ ഗെറ്റ്സ് $21 billion FDI ഇൻ ഫിനാൻഷ്യൽ ഇയർ 22. അപ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടറിന് $21 billion ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ 22-ൽ. നമുക്കതൊന്ന് വായിക്കാം. ദ മാനുഫാക്ചറിംഗ് സെക്ടർ അട്രാക്റ്റഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വർത്ത് $21.34 billion in 2021-22, an increase of 76% year on year. അപ്പോൾ 76%, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 76% കൂടുതലാണ് മാനുഫാക്ചറിംഗ് സെക്ടറിന് FDIയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ $21 billion ലഭിച്ചിരിക്കുന്നത് ഈ വർഷം. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. സോ മലയാളത്തിൽ നോട്ട്സ് വേണ്ടവർക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സൈൻസ് $100 million കോൺട്രാക്ട് വിത്ത് ഹണിവെൽ ഫോർ HTT-40 എൻജിൻസ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് $100 million കോൺട്രാക്റ്റ് ഹണിവെൽ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ചെയ്തിരിക്കുന്നത്. അത് HTT-40 എൻജിൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഗവൺമെൻറ് ഓൺ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഹാസ് സൈൻഡ് എ കോൺട്രാക്ട് അഗ്രിഗേറ്റിംഗ് ടു $100 million വിത്ത് US-based ഹണിവെൽ for the supply and manufacture of 88 TPE 331-12B engines or kits along with the maintenance and support services to power the Hindustan trainer aircraft HTT-40. The HTT-40 prototypes are powered by TPE 331-12B engines and have been serving well since 2014. അപ്പോൾ HTT-40 എൻജിൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പവർ ചെയ്തിരിക്കുന്നത് TPE 331-12B എൻജിൻസ് ആണ്. അപ്പോൾ അതിനൊക്കെ സപ്ലൈ ആൻഡ് മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു എൻജിൻ്റെ സപ്ലൈ ആൻഡ് മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. സോ നിങ്ങൾക്ക് നോട്ട്സ് വേണ്ടവർക്ക് മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
Gujarat becomes first state to launch semiconductor policy 2022 to 27. അപ്പോൾ ഗുജറാത്ത് ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ് സെമി കണ്ടക്ടർ പോളിസി ലോഞ്ച് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ദ ഭൂപേന്ദ്ര പട്ടേൽ ലെഡ് ഗുജറാത്ത് ഗവൺമെൻറ് ഹാസ് അനൗൺസ്ഡ് എ ഡെഡിക്കേറ്റഡ് ഗുജറാത്ത് സെമി കണ്ടക്ടർ പോളിസി 2022 to 27 with a view to generate at least 2 lakh new employment opportunities during a period of 5 years. അപ്പോൾ സെമി കണ്ടക്ടർ പോളിസി എന്ന് പറയുന്നത് ഈ 2 ലക്ഷം ജോലി ഈ ഒരു 5 ഇയേഴ്സ് ഗ്യാപ്പിൽ 5 ഇയേഴ്സ് പീരീഡിൽ 2 ലക്ഷം ജോലി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെമി കണ്ടക്ടർ പോളിസി കൊണ്ടുവരുന്നത്. In addition, the state proposes to develop a special semicon city which would be a part of the Dholera Special Investment Region. അപ്പോൾ ഗുജറാത്ത് ഗവൺമെൻറ്റാണ് ഫസ്റ്റ് സെമി കണ്ടക്ടർ പോളിസി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 2022 to 27 പീരീഡിൽ 2 ലക്ഷം ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെമി കണ്ടക്ടർ പോളിസി 2022-27 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഗവൺമെൻറ് ഓഫ് ഗുജറാത്ത്, ഗവർണർ ഓഫ് ഗുജറാത്താണ് ആചാര്യ ദേവ്വ്രത്, ഭൂപേന്ദ്ര പട്ടേലാണ് ചീഫ് മിനിസ്റ്റർ. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഈജിപ്റ്റ് ആൻഡ് ഇന്ത്യ സൈൻ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ടു ബിൽഡ് എ ഗ്രീൻ ഹൈഡ്രജൻ ഫാക്ടറി വർത്ത് $8 billion. അപ്പോൾ ഈജിപ്റ്റും ഇന്ത്യയും കൂടിയിട്ട് ഒരു മെമ്മോറാണ്ടം MOU സൈൻ ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഹൈഡ്രജൻ ഫാക്ടറി, $8 billion വില മതിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഫാക്ടറി പണിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. India and Egypt have signed a memorandum of understanding to set up a green hydrogen plant with investments of $8 billion and a capacity of 220,000 tons annually in a Suez Canal economic zone. Renew will set up a plant in Egypt with a capacity to produce 20,000 ton green hydrogen a year, which will later be raised to 220,000 ton by relying on renewable energy sources. സോ ഈജിപ്റ്റും ഇന്ത്യയും കൂടിയിട്ടാണ് ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് $8 billion വില മതിക്കുന്ന ഹൈഡ്രജൻ ഫാക്ടറിയാണ് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICICI Prudential Mutual Fund, ICICI Pru Mutual Fund launches ICICI Pru Nifty IT Index Fund. അപ്പോൾ ICICI Prudential Mutual Fund ഒരു പുതിയ ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ICICI Pru Nifty IT Index Fund. അപ്പോൾ നിഫ്റ്റി റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് നിഫ്റ്റി സെൻസെക്സ് റിലേറ്റഡ്, സെൻസെക്സും നിഫ്റ്റിയാണ് ഉള്ളത്, 2 മാർക്കറ്റ്സ്, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നിഫ്റ്റി. അപ്പോൾ ഈ നിഫ്റ്റിയുടെ എത്ര പോയിൻറ്റ്സ് കൂടുന്നോ അതിനനുസരിച്ച് ആയിരിക്കും നിഫ്റ്റി ഇൻഡെക്സ്, IT ഇൻഡെക്സ് ഫണ്ടിൻ്റെ വളർച്ച ഉണ്ടായിരിക്കുക. സോ ICICI Prudential Mutual Fund has launched ICICI Prudential Nifty IT Index Fund has opened-ended index scheme replicating the Nifty IT Index. The Nifty IT Index captures the performance of Indian information technology companies. The index comprises of 10 companies. അപ്പോൾ നിഫ്റ്റിയിലത്തെ ടോപ്പ് 10 കമ്പനീസാണ് ഈ ഒരു ഫണ്ടിൽ, അതായത് ICICI Pru Nifty IT ഇൻഡെക്സ് ഫണ്ടിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ ആ കമ്പനീസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഈ ഫണ്ടിലുള്ള നഷ്ടവും ലാഭമൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കൺട്രി ഇൻസ്റ്റാൾസ് കപ്പാസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഓഫ് ഓവർ 403 GW ആസ് ഓൺ June 30. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ജൂൺ 30 വരെ എടുത്ത് നോക്കുമ്പോൾ, അതായത് ഇന്ന് വരെയത്തെ ഇത് എടുത്ത് നോക്കുമ്പോൾ, ഇന്ന് വരെയല്ല, ജൂൺ 30 വരെ, ഇത് ജൂലൈ 30. സോ കൺട്രി ഇൻസ്റ്റാൾസ് കപ്പാസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഓഫ് ഓവർ 403 GW കപ്പാസിറ്റിയുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ യൂണിറ്റ്സ് ആണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ദ കൺട്രി ഹാസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഓഫ് ഓവർ 403 GW ആസ് ഓൺ 30th June this year. This information was given by Power Minister R.K. Singh in a written reply in the Lok Sabha. He said the center had launched Ujjwal Discom Assurance Yojana 2015 with the objective of the financial and operational turnaround of the state-owned power distribution.
അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 403 ഗിഗാവാട്ട്സ് കപ്പാസിറ്റിയുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ യൂണിറ്റ്സ് ആണ് ഉള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ജയശങ്കർ ടു പേ 2-day വിസിറ്റ് ടു ഉസ്ബെക്കിസ്ഥാൻ ടു അറ്റൻഡ് SCO മീറ്റ്. SCO എന്ന് വെച്ചാൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ ജയശങ്കർ 2-day വിസിറ്റ് ടു ഉസ്ബെക്കിസ്ഥാനിലേക്ക് 2-day വിസിറ്റിൽ പോയിരിക്കുകയാണ്. So External Affairs Minister will travel to Uzbek capital Tashkent on a 2-day visit, July 28 to 29, visit to attend a foreign ministerial conclave on Shanghai Cooperation Organization. So 28 to 29 പോയത്. സോ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ 2-day വിസിറ്റിൽ ഉസ്ബെക്കിസ്ഥാൻ അറ്റൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഭാരത് പെട്രോ റിസോഴ്സസ് ലിമിറ്റഡ്, എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാരത് പെട്രോ റിസോഴ്സസ് ലിമിറ്റഡിൻ്റെ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡറി ആയിട്ട് ഭാരത് പെട്രോ റിസോഴ്സസ് ലിമിറ്റഡിൻ്റെ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ക്യാബിനറ്റ്. നമുക്കൊന്ന് വായിക്കാം. ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോദി ഹാസ് അപ്രൂവ്ഡ് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് $1,600 million, about 12,000 crore rupees by Bharat Petro Resources Limited, a wholly owned subsidiary of Bharat Petroleum Corporation Limited, for development of a BMC-11 concession project in Brazil. സോ ക്യാബിനറ്റ് ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഭാരത് പെട്രോ റിസോഴ്സസ് ലിമിറ്റഡ്. സോ എക്കണോമിക് അഫയേഴ്സ് ആണ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ചെയർ ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അപ്പോൾ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 1,600 million, അതായത് 12,000 കോടി രൂപ വില വരുന്ന ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഭാരത് പെട്രോ റിസോഴ്സസ് ലിമിറ്റഡിൻ്റെ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DSF ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ദിനേശ് ഷാഹ്ര ലൈഫ് ടൈം അവാർഡ് ഫോർ എക്സലൻസ് ഇൻ മ്യൂസിക്. അപ്പോൾ DSF ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ദിനേശ് ഷാഹ്ര ലൈഫ് ടൈം അവാർഡ് ഫോർ എക്സലൻസ് ഇൻ മ്യൂസിക്. സോ നമുക്കൊന്ന് വായിക്കാം. ദ ഫൗണ്ടേഷൻ ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ദിനേശ് ഷാഹ്ര ലൈഫ് ടൈം അവാർഡ് ഫോർ എക്സലൻസ് ഇൻ മ്യൂസിക്. മ്യൂസിക്കിൻ്റെ രംഗത്ത് കൊടുക്കുന്ന ഒരു അവാർഡാണിത്. അപ്പോൾ അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദിനേശ് ഷാഹ്ര ലൈഫ് ടൈം അവാർഡ് ഫോർ എക്സലൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഇനി മുതൽ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. സോ മ്യൂസിക്കിൻ്റെ ഫീൽഡിലാണ് ഈ അവാർഡ് കൊടുക്കുക. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസസ് ഐഡെക്സ് ഡിഒ സൈൻസ് ഇറ്റ്സ് 100th ഇന്നോവേഷൻ കോൺട്രാക്റ്റ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഐഡെക്സ് ഡിഒ സൈൻ ചെയ്തിരിക്കുകയാണ്. 100th ഇന്നോവേഷൻ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഇൻ April 2018, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച്ഡ് എ പ്രൊജക്ട് നെയിംഡ് ഐഡെക്സ് ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ്, ബിൽഡ് ആസ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിഫൻസ് ഫ്ലാഗ്ഷിപ്പ് ഫോർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ. സോ 100th ഇന്നോവേഷൻ 2018 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു പ്രൊജക്റ്റ് ഐഡെക്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചെയ്തിരുന്നു. അപ്പോൾ ഈ ഐഡെക്സ് വാസ് ടു എൻകറേജ് സ്റ്റാർട്ടപ്സ് ആൻഡ് പ്രൊവൈഡ് ദം പ്ലാറ്റ്ഫോം ഫോർ co-creation ആൻഡ് co-development ഇൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജി. അപ്പോൾ ഈ ഒരു ഐഡെക്സ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സിനെ എൻകറേജ് ചെയ്യാനും അതേപോലെ പ്രൊവൈഡ് പ്ലാറ്റ്ഫോം, അവർക്ക് പ്ലാറ്റ്ഫോം co-creationനും co-developmentനും വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതായത് ഡിഫൻസും എയറോസ്പേസ് ടെക്നോളജിയിലും ഈ co-creationനും അതേപോലെ co-developmentനും വേണ്ടിയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡെക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത്, 2018 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻ ജൂലൈ ഐഡെക്സ് സൈൻഡ് ഇറ്റ്സ് 100th പ്രൊജക്റ്റ്. അപ്പോൾ ജൂലൈ മാസത്തിൽ ഐഡെക്സ് 100th പ്രൊജക്റ്റ് സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ടൈഗർ ഡേ. അപ്പോൾ ടൈഗർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 29th ജൂലൈ ആണ്. ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 29th ജൂലൈ ആണ്. സോ ഇതൊന്ന് വായിക്കാം ജസ്റ്റ്. International Tiger Day is observed every year all over the world on 29th July. The objective of the day is to raise awareness among individuals, organizations and governments about the importance of the conservation of tigers. As per World Wildlife Fund, approximately 95% of the population of tigers has declined in the last 150 years. അപ്പോൾ ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത് ടൈഗറിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞ 150 വർഷമായിട്ട് 95% ഓഫ് ടൈഗറിൻ്റെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ അതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യും, അതേപോലെ അത് ആ ടൈഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് ഈ ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അത് 29th ജൂലൈയിലാണ് എല്ലാ വർഷവും ഒബ്സർവ് ചെയ്ത് വരുന്നത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Union Minister of Agriculture and Farmers Welfare launches 11th Agriculture Census in the country. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 11th അഗ്രികൾച്ചർ സെൻസസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത്. സോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ലോഞ്ച്ഡ് ദ കൺട്രീസ് 11th agri census. The agriculture census is the primary source of information on a wide range of agricultural parameters at the most granular level, including the number and area of operational holdings, their size, class-wise distribution, land use, tenancy, and cropping pattern, among others. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. സോ അഗ്രികൾച്ചർ സെൻസസ് ഇസ് കണ്ടക്റ്റഡ് എവറി 5 years. എല്ലാ 5 വർഷം കൂടുമ്പോഴാണ് ഈ അഗ്രികൾച്ചർ സെൻസസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 11th അഗ്രികൾച്ചർ സെൻസസ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ INS വിക്രാന്ത് ഹാൻഡഡ് ഓവർ ടു ഇന്ത്യൻ നേവി. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ INS വിക്രാന്ത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്, ഇന്ത്യൻ നേവിക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. മാരിടൈം ഹിസ്റ്ററി വാസ് ക്രിയേറ്റഡ് വിത്ത് ദ ഇന്ത്യൻ നേവി ടേക്കിംഗ് ഡെലിവറി ഓഫ് ദ പ്രസ്റ്റീജിയസ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ വിക്രാന്ത് ബിൽട്ട് അപ്പ് ബൈ ദ കൊച്ചിൻ ഷിപ്പ്യാർഡ്. ദ കമാൻഡിംഗ് ഓഫീസർ ഡെസിഗ്നേറ്റ് ഓഫ് വിക്രാന്ത് കൊമോഡോർ വിദ്യാധർ Harke and the chairman and managing director of Cochin Shipyard Madhu S. Nair signed the documents relating to the delivery of the vessel. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ INS വിക്രാന്ത് ഇന്ത്യൻ നേവിക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനസ്, അതായത് ഇന്ത്യയിൽ തന്നെ ബിൽഡ് ചെയ്ത എയർക്രാഫ്റ്റ് കാരിയർ INS വിക്രാന്ത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 4-time ചാമ്പ്യൻ സെബാസ്റ്റ്യൻ വെറ്റൽ ടു റിട്ടയർ ഫ്രം ഫോർമുല 1 അറ്റ് ദ എൻഡ് ഓഫ് 2022 സീസൺ. അപ്പോൾ 2022 സീസൺ കഴിയുന്നതോടുകൂടി സെബാസ്റ്റ്യൻ വെറ്റൽ റിട്ടയർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർമുല 1 നിന്നും റിട്ടയർ ചെയ്യും. കാർ റേസിംഗ് ഇവൻ്റാണ് ഫോർമുല 1 എന്ന് പറഞ്ഞാൽ. സോ അതിൽ നിന്നും റിട്ടയർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. സെബാസ്റ്റ്യൻ വെറ്റൽ won all 4 of his championships with a Red Bull between 2010 and 13 and is the third on the all-time list of Grand Prix winners with 53 victories. Only Lewis Hamilton and Michael Schumacher have won more titles than him. അപ്പോൾ ലൂയിസ് ഹാമിൽട്ടണും മൈക്കിൾ സ്കൂമാക്കറുമാണ് ഈ സെബാസ്റ്റ്യൻ വെറ്റലിനെക്കാട്ടിലും കൂടുതൽ ഇവൻറ്റ്സ് ജയിച്ചിട്ടുള്ളത്. ഹി ഈസ് സെറ്റ് ടു റിട്ടയർ അറ്റ് ദ എൻഡ് ഓഫ് 2022 F1 സീസൺ ആസ്ട്രോൺ മാർട്ടിൻ. അപ്പോൾ ഈ സെബാസ്റ്റ്യൻ വെറ്റലിൻ്റെ കൂടെ റിട്ടയർ ചെയ്യാൻ പോകുന്ന മറ്റൊരു F1 താരമാണ് ആസ്റ്റോൺ മാർട്ടിൻ. സോ 4-time ചാമ്പ്യനായ സെബാസ്റ്റ്യൻ വെറ്റൽ ഫോർമുല 1 നിന്നും റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആഫ്റ്റർ 2022 സീസൺ കഴിഞ്ഞോടുകൂടി. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അതായത് കാണുക, എന്നിട്ട് അത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. സോ നമുക്ക്
അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.